പരിശുദ്ധ ഖുർആനിലെ കേവലം 30 ആയത്തുകളുള്ള ഒരു സൂറത്ത്, നമ്മുടെ ജീവിതത്തിൽ വലിയ കാവൽ ലഭിക്കുന്ന ഒരു സൂറത്ത്. ഇന്ന് പരിശുദ്ധമായ ബറാഅത്തിൻ്റെ നോമ്പനുഷ്ഠിച്ച ദിവസമല്ലേ? ഈ സൂറത്ത് കൂടെ ഒന്ന് ഓതണേ ഈ പകൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൂറത്ത് പാരായണം ചെയ്യുന്ന വ്യക്തിക്ക് നൽകുന്നത് കണ്ണഞ്ചിപ്പിക്കുന്ന പ്രതിഫലങ്ങളാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പരിചയപ്പെടുത്തുന്ന അത്ഭുത സൂറത്ത്. ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ഓതാം. ഇന്നത്തെ പകൽ ഈ സൂറത്ത് ഓതാതെ നിങ്ങൾ കഴിഞ്ഞു പോകരുത്. ഓതാത്തവർക്ക് വമ്പൻ നഷ്ടമാണ് ജീവിതത്തിൽ സംഭവിക്കുക. ഇൻഷാ അല്ലാഹ് ഏതാണ് ആ സൂറത്ത് എന്നൊന്ന് കേട്ടു നോക്കിയാലോ? ഏതാണ് ഫളാഇൽ, അതിൻ്റെ ശ്രേഷ്ഠതയും കൂടെ മനസ്സിലാക്കിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ഓതാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മുഴുവൻ വീഡിയോ കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ. അധിക ആളുകളും എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവർ സുന്നത്ത് നോമ്പിലായിരിക്കും അല്ലേ? ബറാഅത്ത് നോമ്പ്. അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ നോമ്പുകാരായിട്ട് നിൻ്റെ അരികിലേക്ക് വരാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. കാരണം ഇത് മുത്തുനബി തങ്ങളുടെ ആഗ്രഹമാണ്. നബി തങ്ങൾ ആഗ്രഹിച്ചിരുന്ന അങ്ങനെയുണ്ട്. എന്ത്? ഈ പരിശുദ്ധമായ ബറാഅത്തിൻ്റെ രാവ് നിങ്ങൾ നോമ്പുകാരായിരിക്കാൻ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എൻ്റെ ഇബാദത്തുകളെ അള്ളാഹു ഉയർത്തുന്ന ദിവസമാണ് എന്നും, ഞാൻ നോമ്പുകാരായിരിക്കെ എൻ്റെ ഇബാദത്തിനെ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്നും നബിതങ്ങൾ പറയുമ്പോൾ നമ്മളും ആഗ്രഹിക്കേണ്ട അങ്ങനെയാണ്. നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് യാത്ര പറയുന്നത് നോമ്പുകാരായിട്ടാവണം. അള്ളാഹു അത്തരത്തിലാക്കി തരട്ടെ. ഒരുപാട് ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു നൽകട്ടെ. അതോടൊപ്പം തന്നെ മരിക്കുന്ന സമയത്ത് നോമ്പുകാരായി യാത്ര പറയാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നൊരു അത്ഭുത സൂറത്ത് ഞാൻ പറഞ്ഞുതരാം. നമുക്കൊക്കെ അറിയുന്ന സൂറത്താണ്, എല്ലാ ദിവസവും മുടങ്ങാതെ ഓതുന്ന സൂറത്താണ് സൂറത്തുൽ മുൽക്ക്, തബാറക സൂറത്ത്. എന്നാൽ തബാറക സൂറത്തിനൊരു പ്രത്യേകതയുണ്ട്. തബാറക സൂറത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി ആരെങ്കിലും തബാറക സൂറത്ത് പാരായണം ചെയ്യുകയാണ് എങ്കിൽ ആ വ്യക്തിയെ നാളെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ജിബ്രീലിൻ്റെ ചിറകുകളിൽ കയറ്റി പറന്നുയർന്നുകൊണ്ടായിരിക്കും മഹ്ശറിലേക്ക് പോവുക എന്ന്. ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ചിറകുകളിൽ കയറി പറക്കാനുള്ള ഭാഗ്യം ലഭിക്കുന്ന അത്ഭുത സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. صدق الله. എത്ര മനോഹരമായിട്ട് ഓതാൻ പറ്റിയൊരു സൂറത്താണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ട് തന്നെയാണ് ആ സൂറത്ത് തുടങ്ങുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, ആരെങ്കിലും ഒരാൾ തബാറക സൂറത്ത് പാരായണം ചെയ്താൽ, ആരെങ്കിലും അന്നമൻ ഖറഅ ഹാദിഹി സൂറ, ഈ സൂറത്ത് ആരെങ്കിലും പാരായണം ചെയ്താൽ, ജാഅ യൗമൽ ഖിയാമത്തി അലാ അജ്നിഹത്തിൽ മലായിക, നാളെ അവൻ മഹ്ശറിലേക്ക് കടന്നു വരുന്നത്, അള്ളാഹുവിൻ്റെ സവിധത്തിലേക്ക് കടന്നു വരുന്നത്, നാളെ ഖിയാമത്ത് നാളിൽ അവൻ സഞ്ചരിക്കുന്നത് അംലാക്കുകളുടെ ചിറകുകളിലായിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹുസ്നു കവജിഹി യൂസുഫ് അലൈഹിസ്സലാം. ആ വ്യക്തിയുടെ മുഖം അത് ഭംഗിയുള്ള മുഖമായിരിക്കും, സൗന്ദര്യമുള്ള മുഖമായിരിക്കും. ഏതുപോലെ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പൂമുഖം പോലെ തിളങ്ങുന്ന ശോഭയുള്ള ഭംഗിയുള്ള മുഖമായിട്ടായിരിക്കും നാളെ മഹ്ശറിൽ ആ വ്യക്തി വരുന്നത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. എത്ര ഭാഗ്യമാണ് ഒരു സൂറത്ത് നിന്ന് ഓതിക്കൂടെ? ഇൻഷാ അല്ലാഹ് അള്ളാഹു ഭാഗ്യം നൽകട്ടെ. തബാറക സൂറത്ത് തീർന്നില്ല, ഒരുപാട് നേട്ടങ്ങൾ പറയുന്നുണ്ട്. ഇനി തബാറക സൂറത്ത് കൊണ്ട് നമ്മുടെ ആവശ്യം പൂർത്തിയാകാനുള്ള ഒരു അമൽ കൂടെ ഞാൻ ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം. തബാറക സൂറത്ത് കൊണ്ട് എങ്ങനെയാണ് നമ്മളുടെ ആവശ്യം പൂർത്തിയാകുക? എളുപ്പത്തിൽ ചെയ്യാം ഇൻഷാ അല്ലാഹ്. എന്താ ചെയ്യേണ്ടത്? ഇഖ്റ കുല്ല സൂറത്തിൽ, എല്ലാ സൂറത്തും ഈ തബാറക സൂറത്ത് പാരായണം ചെയ്യണം. തബാറക സൂറത്തോടൊപ്പം തന്നെ 6 മറ്റ് സൂറത്തുകൾ, അതായത് ഒരാഴ്ച നമുക്ക് ഓതാനുള്ള സൂറത്തുകളുണ്ട്. ഒരാഴ്ച അതായത് ശനിയാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ഓതാനുള്ള സൂറത്തുകൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം. വരുന്ന ശനിയാഴ്ച മുതൽ നിങ്ങൾ തുടങ്ങാം ഇൻഷാ അല്ലാഹ്.
ഏതൊക്കെയാണ്? ഒന്നാമത്തെ ദിവസം തുടങ്ങേണ്ടത് സൂറ ഇഖ്റ യൗമ സബ്തി സൂറത്ത് ഇന്നാ ഫതഹ്ന, അതായത് ഒന്നാമത്തെ ദിവസം ഓതേണ്ടത് സബ്ത്ത്, അതായത് ശനിയാഴ്ച ദിവസം ഇന്നാ ഫതഹ്ന ലക ഫത്ഹൻ മുബീന സൂറത്തുൽ ഫത്ഹ് ഓതണം. രണ്ടാമത്തെ ദിവസം ഓതേണ്ടത് അൽ അഹദ്, അതായത് ഞായറാഴ്ച ദിവസം ഓതേണ്ടത് സൂറത്ത് യാസീൻ. മൂന്നാമത്തെ ദിവസം ഓതേണ്ടത് അൽ വാഖിഅ, തിങ്കളാഴ്ച ദിവസം അതാണ് ഓതേണ്ടത്. നാലാമത്തെ ദിവസം ഓതേണ്ടത്, അതായത് ചൊവ്വാഴ്ച ദിവസം ഓതേണ്ടത് അർ റഹ്മാൻ സൂറത്തുർ റഹ്മാനാണ്. അഞ്ചാമത്തെ ദിവസം ബുധനാഴ്ച ദിവസം ഓതേണ്ടത് ഖുൽ ഊഹിയ ഇലയ്യ സൂറത്തുൽ ജിന്നാണ്. ആറാമത്തെ ദിവസം ഖമീസ്, ആറാമത്തെ ദിവസം ഓതേണ്ടത് തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് സൂറത്തുൽ മുൽക്കാണ്. ഏഴാമത്തെ ദിവസം വെള്ളിയാഴ്ച ദിവസം ഓതേണ്ടത് അലിഫ് ലാം മീം അസ്സജദ, അലിഫ് ലാം മീം സജദയാണ്. ഈ ഒരു 7 സൂറത്തുകൾ, സൂറത്തു തബാറക്ക മുൽക്ക് സൂറത്തുകളും ചേർന്നിട്ടുള്ള ഈ ഒരു 7 സൂറത്തുകൾ ഓതി ഒരാഴ്ച കൊണ്ട് ഫതുഖ്ല ഹാജതക് ദൂന ഷക്കിൻ ഇൻഷാ അല്ലാഹ്, ഒരു സംശയം കൂടാതെ നിന്റെ ആവശ്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു നൽകുന്നതാണ് എന്ന് മഹത്തുക്കൾ പറഞ്ഞ മഹത്തായ ഒരു 7 സൂറത്തുകൾ, അതിൽപ്പെട്ടതാണ് സൂറത്തുൽ മുൽക്ക്. ഞാനതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു അമൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഇന്ന് ഓതാൻ പറ്റുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക. അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസം ഓതേണ്ട സൂറത്ത്, ഇന്ന് ചൊവ്വാഴ്ച ദിവസമാണ്, ചൊവ്വാഴ്ച ദിവസം ഓതേണ്ടത് സൂറത്തു റഹ്മാനാണ്. അപ്പോൾ ഇന്ന് സൂറത്തു റഹ്മാൻ ഓതി, നാളെ സൂറത്ത് ജിന്ന് ഓതി, മറ്റന്നാൾ സൂറത്ത് മുൽക്ക് ഓതി, അതിൻ്റെ അടുത്ത ദിവസം സൂറത്ത് അലിഫ് ലാം മീം സജദ ഓതി. അങ്ങനെ എന്ത് ചെയ്യാം, ഈ ഒരാഴ്ച നമുക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുവരാം. ഈ ഒരാഴ്ചക്കാലം ഈ നിശ്ചയിച്ച സൂറത്തുകൾ കൃത്യമായിട്ട്, ഞാൻ ഈ പറഞ്ഞ സൂറത്തുകൾ കൃത്യമായിട്ട് ഓതി ആ വ്യക്തിയുടെ ആവശ്യം റബ്ബിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആവശ്യം അള്ളാഹു പൂർത്തീകരിച്ച് നൽകും. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് നൽകുമാറാട്ടെ. ആരെങ്കിലും ഒരാൾ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് കിട്ടുന്ന മറ്റൊരു നേട്ടം പറയുന്നുണ്ട്. ആരെങ്കിലും ആ ഒരു സൂറത്ത് പാരായണം ചെയ്താൽ ഫകഅന്നമാ അഹ്യ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്ർ ഹയാത്താക്കിയതുപോലെ കൂലി ലഭിക്കുന്നതാണ് എന്ന്. ഇന്നത്തെ പകൽ നമ്മളൊന്ന് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഇന്നത്തെ രാത്രി ലൈലത്തുൽ ഖദ്റിന് സാധ്യതയില്ലാത്ത രാത്രിയാണ്. ലൈലത്തുൽ ഖദ്ർ ആകാൻ ഒരു ചാൻസും ഇല്ലാത്ത രാത്രിയാണ്. കാരണം ഷഅബാനാണ്, ലൈലത്തുൽ ഖദ്ർ റമളാനിലാണ് ഉണ്ടാകുക. അപ്പം ഒരു സാധ്യതയില്ലാത്ത ഈ രാത്രിയാണെങ്കിൽ പോലും, ഈ രാത്രിയിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദ്ർ ഹയാത്താക്കിയ ആളുടെ പ്രതിഫലം ഇന്നത്തെ രാത്രിയിൽ നൽകുമെന്ന്. എന്തോതിയാൽ മതി? സൂറത്തുൽ മുൽക്ക് ഒരു തവണ ഒന്ന് ഓതിയാൽ മതി. ഇനി ആർക്കെങ്കിലും ഫർള് നിസ്കാരങ്ങളിൽ ഒരു സൂറത്ത് ഓതാൻ അവസരം കിട്ടി, നമ്മൾ കാണാതെ അറിയുന്ന സൂറത്താണെങ്കിൽ, കാണാതെ അറിയുന്നവരാണെങ്കിൽ അവർക്ക് എളുപ്പമുണ്ട് നിസ്കാരത്തിൽ ഫർള് നിസ്കാരത്തിൽ ഓതുക. ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ മുൽക്ക് ഓതി. അങ്ങനെ ആരെങ്കിലും ഓതിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഒരു നേട്ടം ഞാൻ പറഞ്ഞു തരട്ടെ. ആ വ്യക്തി സൂറത്തുൽ മുൽക്ക് ഓതിയിട്ട് നിസ്കാരത്തിലായിട്ട് സൂറത്തുൽ മുൽക്ക് ഓതി അയാൾ ആ ദിവസം കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അമാനത്തിലായിട്ട്, ദിമ്മത്തിലായി, അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്വത്തിലായിരിക്കും ആ വ്യക്തി നാളെ നേരം വെളുക്കുക. അതായത് ഈ വ്യക്തിയുടെ മേലുണ്ടായിരുന്ന പ്രയാസങ്ങളെ, ബുദ്ധിമുട്ടുകളെ, ദുരിതങ്ങളെ, പ്രശ്നങ്ങളെ, പ്രയാസങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രാത്രി കൊണ്ട് പരിഹരിച്ചു കൊടുക്കുന്നതാണ് എന്ന്. അതിനുള്ള വഴികൾ അള്ളാഹു തുറന്നു കൊടുക്കും. എൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രയാസം ഞാനിപ്പോൾ നേരിടുന്നുണ്ട് എന്ന് ഞാൻ നേരിടുന്ന ആളാണ്. എന്ത് ചെയ്യുക, ഞാനത് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് കരഞ്ഞ് പശ്ചാത്തപിച്ചു മടങ്ങി റബ്ബിനോട് പൊരുത്തം ചോദിച്ച് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് കൈകൾ ഉയർത്തി എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ കിടക്കുന്നതിന് മുമ്പ് നിസ്കാരത്തിലായിട്ട് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തിട്ട് നിസ്കാരം പൂർത്തിയാക്കി ദുആയൊക്കെ ചെയ്ത് കിടന്നുറങ്ങി. എന്നാൽ നേരം വെളുക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ആവശ്യങ്ങളെ റബ്ബ് പരിഹരിച്ച് നൽകുന്നതാണ് എന്ന്. അള്ളാഹുവെ ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ തീർത്തു തരണേ അല്ലാ, പ്രശ്നങ്ങളൊക്കെ നീ പരിഹരിച്ച് നൽകണേ അല്ലാ. അപ്പോൾ ഈ ഒരു സൂറത്ത് ഇൻഷാ അല്ലാഹ് ഇന്ന് ഓതാണേ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത്. നമ്മൾ ഓതുന്നതിൻ്റെ കൂലി നമുക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. എന്നാൽ മറ്റൊരാൾ ഓതിയാൽ അയാൾക്ക് കൂലി ലഭിക്കും, അതോടൊപ്പം തന്നെ നമുക്കും കൂലി കിട്ടും. അപ്പോൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്താൽ 2 നേട്ടമാണ്. അവർക്ക് ഓതിയാൽ അവർക്ക് കൂലി കിട്ടും, അതോടൊപ്പം ആ എത്തിച്ചു കൊടുത്തതിൻ്റെ ഒരു ഫലം നമുക്കും ലഭിക്കും. ഓതാതെ തന്നെ നമുക്ക് കൂലി കിട്ടും. അപ്പോൾ അത്തരത്തിൽ എന്ത് ചെയ്യുക, വലിയൊരു അമലാണ് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നല്ല അഅ്മാലുകൾക്ക് അള്ളാഹു അവസരം നൽകട്ടെ. മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.